ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തമിഴ് മൂവിയാണ് തലവൻ തലവി എന്നാണ് ചിത്രത്തിൻ്റെ പേര് പോലെ നോക്കി കഴിഞ്ഞാൽ തലവൻ നമ്മുടെ വിജയുടെ ചിത്രമല്ല, തലവി നമ്മൾ കങ്ങാടി ചിത്രമല്ല. ഈ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, അതാണ് ചിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും തലവിനെ കുറിച്ച് പറയുമ്പോൾ പാണ്ഡ്യരാജാണ് ഡയറക്ഷൻ, അദ്ദേഹം തന്നെയാണ് തിരക്കഥ. കലൈ വിൽസനാണ് ഇതിൻ്റെ ആക്ഷൻ രംഗങ്ങൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സന്തോഷ് നാരായണാണ് ഇതിൻ്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അത്ര നല്ല ക്വാളിറ്റിയുള്ള ടീം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുമ്പോഴും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാശി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ സെലവനാണ് വിജയ് സേതുപതി, നിത്യ മേനോൻ, അതുപോലെ യോഗി ബാബു തുടങ്ങിയ ഒരുപാട് താരനിരണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശിക്കാരി ശമ്പുല് വില്ലൻ വേഷം ചെയ്തിട്ടുള്ള ആ വ്യക്തി, പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ് മൈൻഡിൽ നിൽക്കുന്നത്. ബാക്കി ഒരുപാട് പടത്തിലുള്ള താരങ്ങളൊക്കെ ഉണ്ട്, ഇതിൽ കണ്ടും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ തലവൻ തലവിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള എന്താ പറയുക ഒരു ലഹള, അതാണ് പടത്തിൻ്റെ കണ്ടൻറ്റായി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും തുടക്കം തൊട്ട് ഒടുക്കം വരും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ ബോറടിപ്പിച്ചു. ഒരു കുടുംബശ്രീക്കാരുടെ ഒരു യൂണിറ്റിൽ നിങ്ങൾ ആഴ്ചയിലൊക്കെ ഒരു കുറി കൂടില്ലേ, അപ്പോൾ അങ്ങോട്ട് തമ്മിലടിക്കണം പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അടക്കള ലഹള ഒക്കെയാണ് കണ്ടൻറ്റ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ യോഗി ഭാവനെ കാണിച്ചിട്ടാണ് സ്റ്റാർട്ടിങ് തന്നെ കൊണ്ടുപോകുന്ന ഒരു അമ്പലമൊക്കെ കാണിക്കുന്നുണ്ട്. സ്ഥിരം പരിപാടി അറിയാമല്ലോ, അമ്പലം വഴിപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അവിടുത്തെ തമിഴ്നാട്ടിലെ ഐതിഹ്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ എടുത്ത് കാണിക്കുന്നത് അദ്ദേഹം എന്തൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഒരു നമ്മുടെ നിത്യമേനെ കാണിക്കുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് പേർ തോക്ക് അരിയിലെടുത്ത് വയ്ക്കുന്നു, കത്തിയെടുത്ത് വയ്ക്കുന്നു. ചെമ്പൻ മീത ജോസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുന്നു പോയി. നമ്മുടെ നിത്യമേൻ്റെ അച്ഛൻ കഥാപാത്രമായിട്ടാണ് വരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ഡബ്ബിങ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കൊള്ളാമായിരുന്നു ഡബ്ബിങ് കേട്ടോ. പ്രണയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പതിയെ അതിലോട്ട് വരാം. അപ്പോൾ അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അമ്പലത്തിലോട്ട് വരുന്നുണ്ട്. ഈ ഫസ്റ്റ് തന്നെ ഈ മുടി കളയുന്ന സീനാണ് കാണിച്ചിട്ടുള്ളത്. അതിനിടയ്ക്ക് നമ്മുടെ വിജയ് സേതുപതി കാണിക്കുന്നത് അവിടെ തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഈ വൈഫ് ആൻഡ് ഹസ്ബൻഡ് എന്താ പറയുക, രണ്ടുപേരും തമ്മിലടിയാണ്. അപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി. അപ്പോൾ ഈ കുട്ടിക്ക് മുടി കളയാൻ അച്ഛനോട് എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ആ പേരും പറഞ്ഞിട്ടാണ് സ്റ്റാർട്ടിങ് തന്നെ തമ്മിൽ അടി കൂടുന്നു, കുട്ടിയെടുത്ത് ഓടുന്നു, ഒരുപാട് പേർ പിന്നാലെ വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആങ്ങളെ വിളിക്കുന്നു, അപ്പുറത്തും ഇപ്പുറത്തും മുടിവെട്ടുകാരനെ തല്ലുന്നതൊക്കെയാണ് കഥയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ കണ്ടൻറ്റ്. അങ്ങനെ എനിക്ക് ഇതിൻ്റെ ഏകദേശം സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ മനസ്സിലായി ഏതാണ് ഇതിൻ്റെ കമ്പങ്കലിക്ക് പടം തന്നെയാണെന്ന് ഏകദേശം മനസ്സിലായി. കാരണം തിരികുളത്തിലുണ്ട്, എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടാവുന്ന തരത്തിലേക്ക് തന്നെയാണ്. അത് സാഹസികമായി തന്നെ പൊട്ടിക്കളയുന്നു. ഇവരുടെ പെണ്ണുകാളിലൊക്കെ ഗംഭീരമായിട്ടുള്ള ഒരു ടാർജറ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പെണ്ണ് കാണാൻ പോകുന്നു, പറയുന്നുണ്ട് മാസ്റ്ററാണ് എൻ്റെ മോൻ പറയുന്നത്. അപ്പോൾ ടീച്ചറാണെന്ന് ചോദിക്കുന്നത്. അതല്ല, പൊറോട്ട മാസ്റ്റർ. ഇവർക്കൊരു ഹോട്ടലുണ്ട്, പൊറോട്ട അടിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ സീൻ മാത്രം കൊള്ളാം. പൊറോട്ട ഒരുപാട് വെറൈറ്റി പൊറോട്ടകൾ കാണിച്ചു തരുന്നുണ്ട്. അത് അത്യാവശ്യം കൊള്ളാമായിരുന്നു. അതുമാത്രമല്ല, അത് കഴിഞ്ഞിട്ട് MA എന്ന് പറയുന്നുണ്ട്. എന്താ ഈ ഫുഡിൻ്റെ കാര്യത്തിലേക്കാണ് പറയണത്. അങ്ങനെ എനിക്ക് കല്യാണം ഉറപ്പിക്കുന്നു, നാട്ടിൽ അന്വേഷിക്കുന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ആളും ഗജജാത കില്ലാടിയാണെന്ന് പറയുന്നു. അതൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. കഥയായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ പേരിൽ മുടക്കുന്നു. പിന്നെ നായകനായിട്ട് ഒളിച്ചോടുന്നു. അപ്പോഴുള്ള ഫൈറ്റ് സീനൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂടാൻ ശ്രമിക്കുന്നുണ്ട്. ചിലതൊക്കെ കൊള്ളാമായിരുന്നു. ഇതിൽ കാരണം ഇതിലൊറ്റ എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ നോക്കി കഴിഞ്ഞാൽ ഒന്ന് ആ പൊറോട്ടയുടെ സീൻ അത്യാവശ്യം കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ പാട്ട് വരുന്നുണ്ട്. ഇവരെ ഒളിച്ചോടിയ ശേഷം ഒരു പാട്ട് വരുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. അതും അതുപോലെ തന്നെ വിജയ് സേതുപതിയുടെ ഒരു ഇൻട്രോ സീൻ അത്യാവശ്യം ബിൽഡപ്പ് കൊടുത്തുള്ള സീൻസ് തന്നെയാണ്. അത്യാവശ്യം കൊള്ളാമായിരുന്നു. നമ്മുടെ വിക്രമേത പോലത്തെ അല്ലെങ്കിൽ പോലും കുറച്ചും കൂടി ആ ഡ്രസ്സും മുണ്ട് മടക്കി കുത്തിയുള്ള സീൻസും കാര്യങ്ങളൊക്കെ ഒരു ഓക്കെ ലെവലായിട്ട് പോയിരുന്നു. അതും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ബാക്കി ഒരു കാര്യം ഇതിലൊരു ഗുണം ഇല്ലാതെ പോകുന്ന ഒരു പടം തന്നെയാണ്. ഗംഭീരമായിട്ടുള്ള ഒരു ബോറടി തന്നെയാണ്. ഇൻ്റർവെല്ലൊക്കെ എന്തൊക്കെയോ വരുത്തി കൂട്ടുന്നുണ്ട്. ദൈവത്തിനോട് പറയുന്നു ഞാൻ നിൻ്റെ വാളെടുക്കുന്നുണ്ട്, കുറച്ച് തിരിച്ച് ചെറിയ പണിയാണെന്ന് പറയുന്നു. കുട്ടിയെ കയ്യിലെടുത്ത് ഇങ്ങനെ വാളും മണ്ണിൽ കുത്തി ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്താണ് ഇതിൻ്റെ ഇൻ്റർവെൽ ബ്ലോഗ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറേ വില്ലന്മാർ വരുന്നു. അതിന് MLA വരുന്നുണ്ട്. MLA വന്നൊരു കഥ പറയണം, MLA വന്നിട്ട് അതൊക്കെയാണ് ഇറ്റ്. സെക്കൻഡ് ഹാഫിൽ MLA എന്താ പ്രശ്നം ചോദിക്കുന്നു, അങ്ങനെ MLA ഇടപെടുന്നു. MLA നിന്ന് കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇതാണ് സംഭവം ഉണ്ടാകുന്നത്. വേറെ ഒന്നുമില്ല, ഇവർക്കൊരു ഹോട്ടലുണ്ട്. അപ്പോൾ ഈ വിജയ് സേതുപതിക്ക് ഒരു അനിയത്തിയുണ്ട്, നിത്യമൻ വൈഫായിട്ട് വരുന്നു. അപ്പോൾ അവളവിടെ ഭരണം നടത്തുന്നു. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ തമ്മിലുള്ള അടി, ഈ അടുക്കള ലഹളയ്ക്ക് വേണ്ടി അടി, ഞാൻ വിളമ്പം നീ വിളമ്പം എന്നായിട്ടുള്ള തമ്മിലുള്ള ഒരു അടിയും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നേരത്തെ പോയപ്പോൾ തന്നെ ഈ കുടുംബശ്രീയിലുണ്ട്. അതുപോലെ തന്നെ അറിയാലോ അമ്മമാർ മക്കൾക്ക് ഹസ്ബൻഡ് വീട്ടിലാണെങ്കിലും ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഉപദേശം ഏറിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയ്ക്ക് ഫ്ലാഷ് ബാക്ക് പോകുന്നു, പിന്നീട് ഇങ്ങോട്ട് വരുന്നു തന്നെ പരിപാടി. ഇത് കാരണം ഒരു കുറേ നേരം തല്ലൂടും. അപ്പോഴാണ് ഇവർ ഓർക്കുക പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, അത് കാര്യങ്ങൾ ഓർക്കുക. ഇത് തന്നെയാണ് കടത്തിൻ്റെ മുന്നോട്ടായിട്ട് പോയിട്ടുള്ളത്. ഒരു കുടുംബശ്രീത്തെ ചേച്ചിമാർ തല്ലൂടല്ല, തൊഴിലുറപ്പിന് പോണവർ അതേ പരിപാടിയുടെ കഥ മുന്നോട്ട് പോയിട്ടില്ല. ഒരു തരത്തിൽ പോലും കാണുന്ന പ്രേക്ഷകർക്ക് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനോ എന്താ പറയുക സംതൃപ്തി നൽകുന്ന ഒരു സീൻസോ പോലെയില്ല.
അവസാന ഭാഗത്തൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൊണ്ട് സ്ഥിരം പടത്തിലെ പോലെ തന്നെ കുറേ നന്മമാരി വിതറാൻ ശ്രമിക്കുന്നു, വില്ലൻ നന്നാവുന്നു, മാനസാന്തരം പെടുന്നു, കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ മുറയും മാമെന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ കണ്ടൻറ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തലവൻ തലവിയെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു കുടുംബശ്രീ അല്ലെങ്കിൽ കുടുംബം കളിക്ക് യൂണിറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു അടക്കള മേഖല ആയി ബന്ധപ്പെട്ടൊക്കെ ഏതാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുള്ളത്. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എനിക്കൊരു ബിലോ എവറേജ് അനുഭവമായിട്ടാണ് തലവൻ തലവി തോന്നിയിട്ടുള്ളൂ. അപ്പോൾ കാണാത്തവരൊന്നും കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടിക്കുക. എനിക്ക് ബൈ ബൈ.